ഹായ് ഹലോ, ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്ന ഈ ഒരു പുഡിങ്ങിലോട്ട് നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പാലാണ്. 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ പുഡിംഗ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണോ റെഡിയാക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1.5 പാക്കറ്റ് പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 പാക്കറ്റ് പാൽ നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആക്ച്വലി വീഡിയോയിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാൻ വിട്ടുപോയതുകൊണ്ട് തന്നെ ഞാൻ വേറെ കുറച്ചൊന്ന് ഒഴിക്കുന്നതായിട്ട് സെപ്പറേറ്റ് കാണിക്കുകയാണ് കേട്ടോ. ഇത് ഒരു 1/2 കപ്പോളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. പിന്നെ 1/2 കപ്പ് തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് മധുരം നോക്കി ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിത് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഒരു 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ 1 ലിറ്റർ പാലിലോട്ട് നമുക്ക് ഇത് ആവശ്യമായിട്ടുള്ളത്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കപ്പ് പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ്. കട്ട കുടുങ്ങാതെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഒന്ന് പറയുന്നതെന്ന് മാത്രം. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൽ അടുപ്പത്ത് കയറിയില്ല കേട്ടോ. ജസ്റ്റ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുപ്പിലോട്ട് വെക്കുന്നത്. ഇപ്പം ഞാനിതെല്ലാം മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ നല്ലതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കസ്റ്റാർഡ് പൗഡർ കുറുകിയിട്ട് അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, വേവുകയില്ല. അപ്പം നല്ലോണം ഈ ഒരു കസ്റ്റാർഡ് പൗഡറൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറണം. നന്നായിട്ട് കുക്കായിട്ട് കഴിഞ്ഞാൽ നമുക്കിതാ ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഫ്രൂട്ട് മിക്സ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല നമുക്ക് കപ്പ് കേക്ക്സോ എന്തോ ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കൈവച്ച് പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ ആ ഒരു കസ്റ്റാർഡിലോട്ട് ചേർത്ത് മിക്സ് ആക്കി കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കേക്ക് നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് മിക്സിൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം ഇളക്കി ഇത് മൊത്തമായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ ഇളക്കരുത് കേട്ടോ. അതൊരു കേക്ക് പീസായിട്ട് തന്നെ അതിൽ സോക്കായിട്ട് കിടക്കുന്ന രീതിയിൽ വേണം ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ. ഓക്കെ, ഞാൻ ഈ ഒരു പുഡിങ് 1 ലിറ്റർ പുഡിങ് ഉണ്ടല്ലോ, അപ്പോൾ ഞാനിത് 2 ബൗളിലാക്കിയിട്ട് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ബൗളിൽ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് ആ കസ്റ്റാർഡിലുള്ള ആ ഒരു വെള്ളമെല്ലാം വലിച്ചെടുത്ത് സോക്കായിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പുഡിങ്ങൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഇഷ്ടം പോലെ ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച ശേഷം സെർവ് ചെയ്യാം. പുഡിംഗ് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.